യെസ് സ്റ്റുഡൻസ്, മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ 23rd ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ന്യൂമറിക്കൽ വാല്യൂവിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ വരുന്നത്. ചോദിച്ചിരിക്കുന്നത് ഇക്വിലിബ്രിയത്തിൽ നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്താ നോക്കാം നമുക്ക്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫോളോയിങ് കോൺസെൻട്രേഷൻസ് വെയർ ഒബ്സർവ്ഡ് അറ്റ് 500 Kelvin ഫോർ ദ ഫോർമേഷൻ ഓഫ് അമോണിയ ഫ്രം N2 ആൻഡ് H2. അറ്റ് ഇക്വിലിബ്രിയത്തിലുള്ള N2ൻ്റെ കോൺസെൻട്രേഷനും H2ൻ്റെ കോൺസെൻട്രേഷനും അമോണിയയുടെ കോൺസെൻട്രേഷനും എല്ലാം തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്നാണ് ചോദ്യം. സോ ആദ്യം നമ്മൾ ഇതിൻ്റെ ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതണം. അത് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ ഇത് മൊത്തത്തിൽ പാളിപ്പോവും. പക്ഷേ ഇത് നിങ്ങൾ ഒരുപാട് തവണ എഴുതിയിട്ടുള്ള ഹീബേഴ്സ് പ്രോസസ്സിലെ റിയാക്ഷൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ കെ സിയുടെ ഫോമുല എന്താ? കെ സി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് NH3ൻ്റെ സ്ക്വയർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2ൻ്റെ ക്യൂബ്. ഇതല്ലേ? ഇനി നോക്കുക, NH3യുടെ കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത് 1.5 ഇൻറ്റു 10⁻² എന്നാണ്. അപ്പോൾ 1.5 എനിക്ക് വേണമെങ്കിൽ 3/2 എന്ന് എഴുതാം. അപ്പോൾ 3/2 ഇൻറ്റു 10⁻² ഇൻറ്റു 3/2 ഇൻറ്റു 10⁻². ഞാനത് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. സ്ക്വയറിൽ നിന്ന് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ചെയ്യാം. ഇങ്ങനെ എഴുതിയാൽ കുറച്ചും കൂടി ക്യാൻസൽ ചെയ്യാനൊക്കെ എളുപ്പമാണ്. N2 2 ഇൻറ്റു 10⁻² ആണ്. H2ൻ്റെ എന്താണ്? 3 ഇൻറ്റു 10⁻²ൻ്റെ ക്യൂബാണ്. അപ്പോൾ 3ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 27. പിന്നെ 10⁻²ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10⁻6 എന്ന് വരും. അപ്പോൾ ഇവിടെ 10⁻², ഇവിടെ 10⁻² നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ 10⁻², ഇവിടെ 10⁻6 ക്യാൻസൽ ചെയ്ത് 10⁻4 ബാക്കി ഉണ്ടാവും. ഇവിടെ 3 9 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 27 എനിക്ക് 3 കുറയ്ക്കാം. അപ്പോൾ ബാക്കി എന്താണ് നമുക്ക് വരുന്നത്? 10⁻4. 10⁻4 എന്ന് പറഞ്ഞാൽ 10,000 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2 8 ഇൻറ്റു 3 24 എന്ന് വരും. അപ്പോൾ 10,000 ഡിവൈഡ് ബൈ 24 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 417 എന്ന് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത വാല്യൂയിലേക്ക് എത്താം. സോ വാട്ട് ഇസ് ദി ആൻസർ? ആൻസർ ഇസ് 417. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം.